ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം, അഭിഷേകം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈശോയുടെ കൂടെയാണ് നിൻ്റെ ജീവിതം. ഈശോയുടെ കൂടെ ജീവിതം നയിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി അനുദിനം സാധിക്കുന്നത് എല്ലാം ചെയ്യാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുക. എങ്ങനെയാ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക? അന്ത്യവിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈശോ പറഞ്ഞു വയ്ക്കുക, എളിയവർക്ക് നീ ചെയ്തു കൊടുക്കുന്നതൊക്കെ നിൻ്റെ ഈശോയ്ക്കാണ് കിട്ടുക എന്നുള്ളതാണ്. അതിലൂടെ നിനക്ക് ഈശോയെ മഹത്വപ്പെടുത്താനും സ്നേഹിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഈ നോമ്പ് കാലത്ത് നിൻ്റെ ഹൃദയം നന്നായിട്ട് തുറക്കട്ടെ. പാവപ്പെട്ടവരിലേക്ക്, തഴയപ്പെട്ടവരിലേക്ക്, ഒന്നുമില്ലാത്തവരിലേക്ക് ദൈവത്തെ കണ്ടുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, എളിയവരും നിന്നെ കണ്ടുകൊണ്ട് നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രചോദിപ്പിക്കണമേ. നല്ല കൃപ നൽകണമേ. ഇന്നത്തെ ദിവസത്തിൽ സർവ്വവിധ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകണമേ. സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.